വാർത്തകൾ മുക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്നതാണല്ലോ പുതിയ മാധ്യമധർമ്മം. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായത് കേന്ദ്ര സർക്കാരിന്റെ നടപടികളാണ് എന്ന് പച്ചയായി തെളിയുമ്പോഴും അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ തലകുത്തി മറിയുകയാണ് മാധ്യമങ്ങൾ. കോർപ്പറേറ്റ് കുത്തകകളെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനും ജനദ്രോഹ നടപടികൾക്കും മാധ്യമങ്ങൾ ഓശാന പാടുകയാണ്. എന്നാൽ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുകയും സമരത്തിനിറങ്ങുകയും ചെയ്യും. കേരളത്തിലെ പ്രധാനപ്പെട്ട നാണ്യവിളയാണ് റബ്ബർ. കഴിഞ്ഞ 10-12 വർഷക്കാലമായി റബ്ബർ കർഷകർ കടുത്ത ദുരിതത്തിലുമാണ്. രാജ്യത്തെ കുത്തകകളെയും അവയുടെ കൂട്ടുകെട്ടുകളെയും നിരീക്ഷിക്കാനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള അർദ്ധ ജുഡീഷ്യൽ സംവിധാനമാണ് CIA അഥവാ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇത് MRFന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിയമവിരുദ്ധമായി ടയർ കാർട്ടൽ അഥവാ കുത്തക ടയർ കമ്പനി കൂട്ടുകെട്ട് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. കാർട്ടൽ സംവിധാനത്തിലൂടെ പ്രാഥമിക ഉൽപാദകരായ കർഷകരെയും തൊഴിലാളികളെയും റബ്ബർ മേഖലയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കുത്തക കമ്പനികൾ ചൂഷണം ചെയ്യുകയാണ്. 2 രീതിയിലാണ് അവർ ഇത് നടപ്പാക്കുന്നത്. 1. വിപണിയിൽ പരസ്പരം മത്സരിക്കാതെ ടയർ വില ഉയർത്തി നിർത്തുന്നു. 2. ടയർ നിർമ്മാണത്തിനാവശ്യമായ സ്വാഭാവിക റബ്ബറിന്റെ വില വിപണിയിൽ ഇടിച്ചു താഴ്ത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൻകിട കുത്തക ടയർ കമ്പനികൾക്ക് CCI പിഴ വിധിച്ചിരിക്കുന്നത്. MRF, അപ്പോളോ ടയേഴ്സ്, CH, JK ടയർ, ബിർല ടയർ എന്നീ ടയർ കുത്തകകൾക്കാണ് CCI 1788 കോടി രൂപ പിഴ വിധിച്ചത്. എന്നാൽ റബ്ബർ കർഷകർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന മാധ്യമങ്ങൾ ഈ വാർത്ത സൗകര്യപൂർവ്വം അങ്ങ് മുക്കി. അല്ലെങ്കിലും ടയർ കുത്തകകളുടെ ഉടമസ്ഥതയിലുള്ളതും അവർ നിയന്ത്രിക്കുന്നതുമായ മാധ്യമങ്ങൾ അങ്ങനെയല്ലേ ചെയ്യൂ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള 2ാം UPA സർക്കാരാണ് ആഭ്യന്തര വിപണിയിൽ കാർഷിക ചരക്കുകളുടെ വില സംരക്ഷണം ഇല്ലാതാക്കുന്ന ആസിയാൻ കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. ലോകത്താകെ ചെറുകിട ഉൽപാദകരെ നശിപ്പിച്ച് കോർപ്പറേറ്റ് കൃഷി അടിച്ചേൽപ്പിക്കുകയായിരുന്നു WTO ആസിയാൻ കരാറുകളുടെ ലക്ഷ്യം. ഈ കരാറുകളും നയങ്ങളും കൂടുതൽ തീവ്രമായി നടപ്പിലാക്കുകയാണ് മോദി സർക്കാർ. മാത്രമല്ല, വില ഇടിച്ചു താഴ്ത്താനായി സ്വാഭാവിക റബ്ബർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതുൾപ്പെടെ നിരവധി ഹീനമായ രീതികളും ടയർ കാർട്ടലുകൾ പിൻപറ്റുന്നുണ്ട്. അങ്ങനെ സ്വാഭാവിക ടയറിന്റെ വില ഇടിഞ്ഞാലും ടയറിന്റെ വില അവർ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. റബ്ബർ കൃഷി തകരുമ്പോൾ കർഷകർ മാത്രമല്ല, ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ റബ്ബർ മേഖലയിലുള്ള എല്ലാ വിഭാഗം തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും വൻ ദുരിതത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത്. ഉപഭോക്താക്കളും കൊള്ളയടിക്കപ്പെടുന്നു. മെയ്ക്ക് ഇൻ ഇന്ത്യ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മോദി സർക്കാർ ചെയ്യുന്നത് കുത്തക മുതലാളിത്തത്തിനു വേണ്ടി വിപണി ശ്രേണിയിൽ അവർക്ക് താഴെ നിൽക്കുന്ന കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും യാതൊരു പരിധിയുമില്ലാതെ ചൂഷണം ചെയ്യുന്നതിനും കൊള്ളയടിക്കുന്നതിനുമുള്ള അനുമതിയും ആനുകൂല്യങ്ങളും നൽകുക എന്നതാണ്. യഥാർത്ഥത്തിൽ കാർട്ടൽ വഴിയുള്ള അനിയന്ത്രിത കൊള്ള അവസാനിപ്പിക്കുന്നതിനു വേണ്ടി മനോരമ കുടുംബത്തിന്റെ MRF അടക്കമുള്ള കുത്തക കമ്പനികൾക്ക് മേൽ CCI ചുമത്തിയ പിഴയായ 1788 കോടി രൂപ കർഷകർക്ക് അവകാശപ്പെട്ടതാണ്. അത് കർഷകർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ മോദി സർക്കാർ ബാധ്യസ്ഥരാണ്. എത്ര മൂടി വെച്ചാലും വാർത്തകൾ പുറത്തു വരിക തന്നെ ചെയ്യും. മോദി സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ സമരം ചെയ്യുന്നതോടൊപ്പം കാർട്ടൽ സൃഷ്ടിച്ച് കർഷകരെയും ടയർ ഉപഭോക്താക്കളെയും ഒരേ സമയം ഊറ്റിക്കുടിക്കുന്ന വൻകിട കുത്തക ടയർ കമ്പനികൾക്കെതിരെയും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ കർഷകരും തൊഴിലാളികളും തീരുമാനിച്ചിരിക്കുകയാണ്. ടയർ കുത്തക കമ്പനികൾ കാർട്ടലുകൾ രൂപീകരിച്ച് ടയർ വില ഉയർത്തുന്നതിനും റബ്ബർ വില ഇടിക്കുന്നതിനുമെതിരെ MRF, അപ്പോളോ ടയർ കമ്പനികളിലേക്ക് ഡിസംബർ 30-ന് കർഷകർ ഉപരോധ മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ അത് കുത്തകകൾക്കും അവരെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിനും എതിരെ മാത്രമല്ല, വസ്തുതകൾ മറച്ചുവെക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കൂടിയാണ്.